ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ യു എസ് എയ്ഡിനെ ചൊല്ലി അമേരിക്കയ്ക്കുള്ളിൽ തന്നെ നല്ല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രകടനങ്ങളൊക്കെ നടക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, കുറേ ആൾക്കാരുടെ തൊഴിൽ പോയി, കുറേ ആൾക്കാരുടെ ജീവനോപാധി മാർഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോടതി വരെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ യു എസ് എയ്ഡിനെ എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇതെല്ലാവർക്കും സഹായകരമാകുന്ന ഈ ഒരു സഹായം ചെയ്യുന്ന ഒരു പദ്ധതിയിൽ ഏതാണ്ട് ഒരു വർഷം 100 ബില്യണോളം ചെലവാക്കുന്നുണ്ട് ഈ ഒരു യു എസ് എയ്ഡ്. യു എസിൽ നിന്നും എയ്ഡ് കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് പ്രസ്ഥാനമാണ് ഈ ഒരു യു എസ് എയ്ഡ്. ട്രംപ് ഇതിനെ നിരോധിച്ചതിന്റെ അഥവാ ഇതിന് മേളിൽ സാങ്ഷൻസ് കൊണ്ടുവന്നതിന്റെ ഒരു പ്രാധാന്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അത് നോക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഞെട്ടിപ്പിക്കുന്ന കുറേ വിവരങ്ങൾ പുറത്തു വരുന്നത്. ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമുക്ക് നേരെ ഇന്ത്യയിലോട്ട് വരാം. ഇന്ത്യ പാകിസ്ഥാൻ വിഷയം എടുത്തോ. ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ഞാൻ ഇവിടെ പറയാനുള്ള കാരണം ഇത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ നമ്മൾ പാകിസ്ഥാനെ FATF വെച്ചിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു, ഗ്രേ ലിസ്റ്റിൽ കൊണ്ടുപോയിട്ട്. അതിന് കാരണം എന്താണ്? കാരണം വേറെ ഒന്നുമില്ല, നമ്മളുടെ മുംബൈ അറ്റാക്ക്. ഏതാണ്ട് 200 അടുപ്പിച്ചുള്ള ഇന്ത്യക്കാരും അതുപോലെ തന്നെ ചില ആർമി ഉദ്യോഗസ്ഥരുടെ ജീവനും കൂടെ നഷ്ടപ്പെട്ട ഒരു തീവ്രവാദ ആക്രമണമായിരുന്നു മുംബൈയിൽ നടന്നത്, മുംബൈ താജ് ഹോട്ടലിൽ. അപ്പൊ അതിനെ ചൊല്ലിയുള്ള ഒരു അന്വേഷണം നമ്മൾ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഉള്ളിൽ പാകിസ്ഥാന്റെ ISIയുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ളിൽ അവർ നടത്തിയ മണി ഇടപാടുകൾ കൃത്യമായിട്ട് ഒരു 4500ഓളം പേജ് വരുന്ന ഒരു ഡോക്യുമെന്റ്, നമ്മളൊരു കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ് തയ്യാറാക്കി നമ്മൾ FATFന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അമേരിക്കയ്ക്ക് ഉൾപ്പെടെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. US ഇന്റലിജൻസ് പ്ലസ് FATF ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം FATF മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്, ഏത് രീതിയിലുള്ള ഡോക്യുമെന്റേഷനാണ് സബ്മിറ്റ് ചെയ്തത് എന്ന് വളരെ ട്രൂ ഫൈൻഡിങ്സ് ആയിരുന്നു. ഇതിൽ ആർക്കും എതിര് പറയാനില്ല എന്നുള്ളതാണ്. ഈവൻ ചൈനയ്ക്ക് പോലും പാകിസ്ഥാനെ അവിടെ പിന്തുണയ്ക്കാൻ കഴിഞ്ഞില്ല. ആ രീതിയിലാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ചെയ്ത് പൂട്ടിയത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഏതാണ്ട് വർഷങ്ങളോളം ഒരു ലോൺ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ FATFന്റെ ഗ്രേ ലിസ്റ്റിൽ കിടക്കുകയും ഏതാണ്ട് ബ്ലാക്ക് ലിസ്റ്റിലൊക്കെ പോകുന്നുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതാണ്. അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ചില തീവ്രവാദ സംഘടനകൾക്ക്, അതായത് ലഷ്കർ പോലത്തെ തീവ്രവാദ സംഘടനകളൊക്കെ അവിടെ ബാൻ ചെയ്തതായിട്ട് അറിയിച്ചത്. ഈ പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളെ നിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേരിന് വേണ്ടി മാത്രമാണ്. കാരണം അവരുടെ ആശയപരമായി വിശ്വാസപരമായി അതങ്ങനെ നിരോധിക്കാൻ കഴിയില്ല. കാരണം അത് ദീൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാണ്. അപ്പൊ അങ്ങനെ ഒരു റിലീജിയൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ ഒരിക്കലും അവർക്ക് തടയിടാൻ കഴിയില്ല. അങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു വിശ്വാസത്തിന് തന്നെ എതിരാണ്. അപ്പൊ അതുകൊണ്ട് അവരിങ്ങനെ തീവ്രവാദ സംഘടനയെ നിരോധിച്ചെന്നൊക്കെ പറയും, പക്ഷെ എന്നാൽ അവർ നിരോധിക്കത്തില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് ദാവൂദ് ഇബ്രാഹിം പോലത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴും പാകിസ്ഥാനിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഈ ഒരു LET, ലഷ്കർ പോലത്തെ, ജയ്ഷെ പോലത്തെ സംഘടനകളൊക്കെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നതും ഇതാ ഇന്നലെ വരെ ഹമാസുമായിട്ടുള്ള കൂടിക്കാഴ്ച POKയിൽ നടത്തിയതൊക്കെ തന്നെ. അപ്പൊ ഇതൊക്കെ അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഇനിയിപ്പൊ ഞാൻ ഇത് പറഞ്ഞു വന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല്, അപ്പൊ അമേരിക്കയ്ക്ക് നമ്മൾ ഈ ഫണ്ടിങ്ങിന്റെ സോഴ്സ്, അതായത് ഇത് നമ്മൾ അപ്പൊ തന്നെ ഈ ഒരു നമ്മളുടെ ഇന്ത്യൻ റിപ്പോർട്ട്, നമ്മൾ ഇന്ത്യ കൊടുത്ത ഈ ഒരു 4500 ഈ ഇന്ത്യ FATFന് സബ്മിറ്റ് ചെയ്ത ഈ ഒരു 4500ഓളം പേജ് വരുന്ന ഈ ഒരു റിപ്പോർട്ടിൽ ചില നിർണായക വിവരങ്ങൾ ഇന്ത്യ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഈ പാകിസ്ഥാനിലുള്ള ഈ ഒരു തീവ്രവാദ സംഘടനകൾക്ക് അഥവാ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന, കശ്മീരിൽ പ്രവർത്തിക്കുന്ന ഈ തീവ്രവാദ സംഘടനകൾക്ക് പൈസ വന്നിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ, ഫൈൻഡിങ്സ് ഈ ഒരു 4500 പേജിൽ വളരെ വളരെ വ്യക്തമായിട്ട് നമ്മൾ സൂചിപ്പിച്ച് കൊടുത്തതാണത്. ഓക്കെ, ആ ഫൈൻഡിങ്സിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഇന്നത്തെ US എയ്ഡ് എന്ന് പറഞ്ഞ ആ ഒരു സംരംഭം വന്ന് നിൽക്കുന്നത്. നമ്മൾ പറയുന്നതല്ല, ഇത് അവരുടെ രാജ്യത്ത് നിന്ന് തന്നെ ഡോഡ്ജ് എന്ന് പറഞ്ഞൊരു സംവിധാനം രൂപപ്പെടുത്തി അതിലൂടെ അമേരിക്കക്കാർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെടുന്ന ഈ ഒരു ഡോഡ്ജ് എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ചില US എയ്ഡ് എന്നുള്ള ഫണ്ട് 9/11 ആക്രമണത്തിന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ. നോക്കിക്കോ എത്ര ഭീകരമായ കണ്ടെത്തലാണെന്ന്. US പൈസ കൊണ്ട് തന്നെ US ഇരട്ട ഗോപുരം, വേൾഡിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആയിട്ടിരുന്ന 2 ബിൽഡിങ്ങുകൾ നിലം പൊത്തിച്ചതിന്റെ ഞെട്ടിപ്പിക്കുന്ന പിന്നാമ്പുറ കഥയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്, നിങ്ങൾ ഓർത്തു വെച്ചോ, ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്. ഞാൻ ഇതെല്ലാം ഒരു ചാർട്ട് ഇട്ട് കാണിക്കാം. അതിന്റെ വെബ്സൈറ്റ് പേജുകളാണ് ഇതൊക്കെ. ഞാൻ ഇതിന്റെ വെബ്സൈറ്റ് പേജുകൾ, ഇതെല്ലാം ഡയറക്റ്റ് ഡൊമൈൻ പേജുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇതിൽ ഒന്ന് മറ്റൊന്നിനോട് എങ്ങനെയാണ് കണക്ട് ആയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. അതായത് ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് US എയ്ഡിൽ നിന്നും ഫണ്ട് ഈ ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയ്ക്ക് പൈസ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഗവൺമെന്റ് സംഘടനയാണ് ഈ ഒരു ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്. ഇനി അടുത്തൊരു സംഘടനയുടെ പേര് പറയാം, HHRD, ഹെൽപ്പിംഗ് ഹാൻഡ് ഫോർ റിലീഫ് ആൻഡ് ഡെവലപ്മെന്റ്. ഇതാണ് HHRD എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം.
ഈ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിലാണ്. ഇതൊരു പാകിസ്ഥാൻ സംഘടനയാണ്. ഇത് മുസ്ലിം ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു സംഘടനയാണ്. ഇനി ഇതിന്റെ കീഴിൽ 2 NGOകളുടെ പേരും കൂടെ പറയാം. 2 NGOകളുടെ പേര്. FIH, ഫലാഹി ഇൻസാനിയാത്ത് ഫൗണ്ടേഷൻ. ഫലാഹി ഇൻസാനിയാത്ത് ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷന്റെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാള് ഹാഫിസ് സയ്യിദാണ്. ഹാഫിസ് സയ്യിദ് ആരാണെന്ന് അറിയാമല്ലോ? LET, ലഷ്കറിന്റെ ആള്. അതാദ്യം മനസ്സിലാക്കിയോ. കടുത്ത രീതിയിൽ, അതായത് ഏറ്റവും കൂടുതൽ കശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ് ഈ ഒരു തീവ്രവാദി. അവനെ അങ്ങനെ തന്നെ പറയേണ്ടി വരും. അടുത്തൊരു NGO ആണ് മില്ലി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞത്. മില്ലി മുസ്ലിം ലീഗിലും ഈ ഒരു ഹാഫിസ് സയ്യിദിന് നിർണായക പങ്കുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ 2 NGO സംഘടനകളും തീവ്രവാദത്തിന് വേണ്ടി രൂപീകരിച്ചതാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു HHRD എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ US-ന്റെ ഗവൺമെന്റ് ഫണ്ടിൽ നിന്നും US-ന്റെ ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ നിന്നും 1.10 ലക്ഷം കോടി $1.10 ലക്ഷം കോടി $, 2021 കൈമാറിയിട്ടുണ്ട്. ആർക്ക്? ഈ പാകിസ്ഥാനിലുള്ള HHRD എന്ന് പറഞ്ഞ സംഘടനയ്ക്ക്. ഇത് നമ്പർ 1 പ്രൂഫാണ്. ഓക്കെ, ഇത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ട്രാൻസാക്ഷൻ ആണ്. പക്ഷെ ഇതുപോലെ ഒരുപാട് ബാക്ക് ഡേറ്റഡ് ട്രാൻസാക്ഷൻസ് US എയ്ഡിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓൾറെഡി തന്നെ ഇന്ത്യ ഈ ഒരു മുംബൈ അറ്റാക്കിൽ ഈ HHRDയുടെ ഇൻവോൾവ്മെന്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തി FATF-ൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മില്ലി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ആ ഒരു NGO കുറിച്ചും അതേപോലെ FIF എന്ന് പറഞ്ഞ ഈ ഒരു ഓർഗനൈസേഷനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റിൽ. ഈ മില്ലി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സംഘടനയെ 2018 അമേരിക്ക തീവ്രവാദ പ്രസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചതാണ്. 2000 തൊട്ടില്ല, ഇതിന് മുമ്പ് തൊട്ടേ ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിലുള്ള ആൾക്കാർ ഇതിന്റെ പുറകിൽ നിന്ന് കളിച്ച് ഈ പാകിസ്ഥാനിന് ഫണ്ട് കൊടുത്ത് തന്നെയാണ് ഇന്ത്യക്കുള്ളിൽ ഉൾപ്പെടെ ലോകത്ത് പല സ്ഥലത്തുമുള്ള തീവ്രവാദം പ്രൊമോട്ടായി പോയതിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് US എയ്ഡിന് ഉണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് ഈ ഒരു വിഷയം എടുത്ത് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കാരണം ഇത് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം. US എയ്ഡിൽ നിന്നും പൈസ ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലോട്ട് കൈമാറപ്പെടുന്നു. അവിടെ നിന്നും പൈസ പാകിസ്ഥാനിലോട്ട് HHID എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനത്തിലോട്ട് പോകുന്നു. അവിടെ നിന്നും ഫണ്ട് പോകുന്നത് 2 NGOകൾക്കാണ്. ആ 2 NGOകളും തന്നെ ഫലാഹി ഇൻസാനിയാത്ത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ആ ഒരു NGOയ്ക്കും അതേപോലെ മില്ലി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ആ ഒരു NGOയ്ക്കും ഫണ്ട് പോകുന്നുണ്ട്. ഈ 2 NGOയും തന്നെ LET എന്ന് പറഞ്ഞ ലഷ്കറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഹാഫിസ് സയ്യിദ് എന്ന് പറഞ്ഞ ആ ഒരു തീവ്രവാദി രൂപം കൊടുത്ത 2 NGO സംഘടനകൾക്കാണ് ഈ പൈസ പോയിരിക്കുന്നത്. ഇപ്പൊ വളരെ വ്യക്തമല്ലേ? ഈ ലഷ്കറാണ് മുംബൈ അറ്റാക്കിന്റെ ഉത്തരവാദി. അത് മാത്രമല്ല, കശ്മീരിന്റെ ഉള്ളിൽ പൊട്ടിത്തെറിക്കുന്ന പല സംഭവങ്ങൾക്കും ഉത്തരവാദി ഈ ഒരു ലഷ്കറാണ്. USA-യിൽ ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷൻസ് പ്രോസസിംഗിലാണ്. ഇത് വളരെ ശക്തമായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രംപിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇത്ര സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കാണിച്ചൊരു ധൈര്യം, അതിലുപരിയായിട്ട് ഈ ഇത്രമാത്രം കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഈ ഒരു ഡീപ് സ്റ്റേറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഡീക്ലാസിഫൈ ചെയ്ത് പുറത്തുവിടാൻ കാണിച്ച ആ ഒരു സന്മനസ്, ആ രീതിയിൽ വേണം പറയാൻ. കാര്യം ഇതൊക്കെ നിർബന്ധമായിട്ട് എടുത്ത് പുറത്തുവിടണമെന്നുള്ള ഒരു കാര്യമില്ല. പക്ഷേ പുള്ളി ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് അമേരിക്കന്റെ ടാക്സ് മണി എവിടെ പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ഉത്തരമാണ് അയാൾ ഇപ്പൊ എടുത്ത് ആ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ട്രംപിന്റെ ജനപിന്തുണ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചില നിർണായക വിഷയങ്ങൾക്ക് കോടതിയിൽ നിന്നും ചില തടസ്സങ്ങളൊക്കെ നേരിടുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു US എയ്ഡ് ദിനം പ്രതി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും കോടതി തന്നെ വായടച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്ത്യ ഇങ്ങനെ ഫണ്ട് US-ൽ നിന്ന് പോകുന്നു എന്ന് നമ്മൾ റിപ്പോർട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷവും 2023 എപ്പം ഈ ബൈഡൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡെമോക്രാറ്റുകൾ ഇരിക്കുന്ന അതേ ആ ഡീപ് സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2023 വീണ്ടും ഇതേ പാകിസ്ഥാനിലെ HHRD എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയ്ക്ക് $73,000 വീണ്ടും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് തീവ്രവാദത്തിനാണ് പോകുന്നതെന്നുള്ളത് ഇന്ത്യ 4500 പേജോളം കൊടുക്കുന്ന റിപ്പോർട്ട് അവിടെ കൊടുത്തതിനു ശേഷവും വീണ്ടും $73,000 എന്തിനു വേണ്ടി ഒരു HHRDക്ക് കൊടുത്തു? എന്തിനു വേണ്ടി ഈ പാകിസ്ഥാൻ സംഘടനയ്ക്ക്, ഇത് തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്ന ഈ ഒരു സംഘടനയ്ക്ക് കൊടുത്തു? ഈ റിപ്പോർട്ടിനെ ബേസ് ചെയ്താണല്ലോ FATF-ൽ പാകിസ്ഥാന് ഗ്രേ ലിസ്റ്റ് കിട്ടിയത്. അപ്പൊ ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ട് വീണ്ടും $73,000 കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീവ്രവാദത്തിന് എത്രമാത്രം പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു US-ലെ ഡെമോക്രാറ്റിക് ഭരണകൂടം എത്രമാത്രം തീവ്രവാദത്തിനെ പിന്തുണച്ചിരുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ ഒരു വിഷയം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒബാമയായാലും ശരി, ഹിലരി ക്ലിന്റൺ ആയാലും ശരി, ഇനി ബൈഡൻ ആയാലും ശരി, ഹണ്ടർ ബൈഡൻ ആയാലും ശരി, ഇവരെയൊക്കെ പൂട്ടാൻ ഒരുങ്ങി തന്നെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്.
ഇതിന്റെയൊക്കെ അന്വേഷണ മുനകൾ ചെന്ന് എത്തുന്നത് ഈ ഡീപ് സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്തിരുന്ന ഇവരുടെയൊക്കെ കയ്യിലായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇവരൊക്കെ ഇതിനകത്ത് യാതൊരു പങ്കും ഇല്ലായിരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ രക്ഷപ്പെടാം. പക്ഷേ ഇതിലൊരു പങ്കുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരൊക്കെ നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. ഇതിന് വൺ ലൈൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഡീപ് സ്റ്റേറ്റ്, അതായത് ഡീപ് സ്റ്റേറ്റ് മിസ്യൂസ്ഡ് US എയ്ഡ്, ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കൂടാതെ ഫണ്ട് പറ്റിയ കുറെ ആൾക്കാരുണ്ട് ഇന്ത്യക്കുള്ളിലൊക്കെ. പല നറേറ്റീവ്സ് നിങ്ങളറിയാലോ, ഈ BBC പോലത്തെ ചാനൽസ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു 5 ഡോക്യുമെന്ററികൾ ഉണ്ടാവും. എന്താണ്? ഇന്ത്യയിലെ സ്ലംസ്, ഇന്ത്യയിലെ ചേരികൾ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇന്ത്യയിൽ പല തട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. തീരെ ദരിദ്രവാസികളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലാന്നില്ല. അതിലും മുകളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്, മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരുണ്ട്, അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരുണ്ട്, ഹൈ ക്ലാസ്സിലുണ്ട്, ലക്ഷറി ലൈഫ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല തട്ടുകളിലായിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇതിൽ ഇവർ തെരഞ്ഞു പിടിച്ചു പോകും. ഈ പൂവർ ക്ലാസ്സിൽ എവിടെയാണ് ആൾക്കാർ താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് മൈക്കും ക്യാമറയും വെച്ചുകൊണ്ട് ഇവരെ എടുത്ത് ഇന്ത്യയെ പോർട്രേറ്റ് ചെയ്യും ഇവർ. ഇതിനെയാണ് ചില സ്റ്റീരിയോ ടൈപ്പിക് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പിക് റിപ്പോർട്ടിംഗ് ചെയ്യുന്നതിൽ BBC, അൽ ജസീറ ഇതൊക്കെ വളരെ വിദഗ്ധരാണ്. US എയ്ഡിൽ നിന്നും BBCക്ക് 2.6 മില്യൺ ഫണ്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ട് ഇതിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ ട്രംപിനെതിരെ, ഇലോൺ മസ്കിനെതിരെയൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിലൊപ്പം ഇന്ത്യക്കെതിരെയുമുള്ള പ്രൊപ്പഗൻഡയാണ്. ഇന്ത്യക്കെതിരെയുള്ള പ്രൊപ്പഗൻഡ BBCയുടെ ബേസിക് ആണ്. കാരണം ഈ പാകിസ്ഥാനികളൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് BBCക്കുള്ളിൽ ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാലങ്ങളായി. അപ്പൊ ആ വർഷങ്ങളായിട്ട് ഇവരിങ്ങനെ ഇന്ത്യക്കെതിരെയുള്ള നരേറ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത് BBCയുടെ ഒരു പ്രൈമറി അജണ്ടയാണ്. പൈസ കൊടുക്കാതെ തന്നെ BBC അത് ചെയ്യും. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ട്രംപിനെയും മസ്കിനും എതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ഫണ്ട് എന്നുള്ള രീതിയിലുള്ള ഡൗട്ട് രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിനെ ചൊല്ലിയുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. അതുപോലെ ഏറ്റവും പ്രശസ്തിയാർന്ന റോയിട്ടേഴ്സിന് 300 മില്യൺ ഫണ്ട് പോയിട്ടുണ്ട് US എയ്ഡിൽ നിന്നും. ഇതും എന്തിനു വേണ്ടിയിട്ടാണ്? ഇതും എന്തിനു വേണ്ടിയിട്ടാണ്? ചാരിറ്റിക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ ശരിക്കുമുള്ള പത്രപ്രവർത്തനം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതൊക്കെ റോയിട്ടേഴ്സും കൂടെ ഇനി ഉത്തരം പറയേണ്ട അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. 2 മില്യൺ US എയ്ഡ് മൊറോക്കോയ്ക്ക്. എന്തിനാണെന്ന് അറിയാമോ? ഈ ക്ലേ പോർട്ട് മൺപാത്രങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് 2 മില്യൺ US മൊറോക്കോയ്ക്ക്. ഇതിനൊക്കെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി ഡാഷ്, അത്രേ ഉള്ളൂ. പ്രൂഫ് ഒന്നുമില്ല. കൊടുത്തിട്ടുണ്ട് 2 മില്യൺ US മൊറോക്കോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന റിസർച്ച് അനാലിസിസ് വർക്കിന് വേണ്ടിയിട്ടാണ്. 2 മില്യൺ US ലെബനാനിലെ എന്തിനാണെന്ന് അറിയാമോ? ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ലെബനാന്റെ അവസ്ഥ അറിയാമല്ലോ, ചെറിയൊരു രാജ്യമാണ്. ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ 2 മില്യൺ US കൊടുത്തിരിക്കുകയാണ്. അടുത്ത് കൊടുത്തിരിക്കുന്നത് 2 മില്യൺ US ഉക്രൈനാണ്. ഉക്രൈന് 2 മില്യൺ US കൊടുത്തിരിക്കുന്നത് പാരീസിലുള്ള ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. പാരീസിൽ നടക്കുന്ന ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉക്രൈന് കൊടുത്തിരിക്കുന്ന എമൗണ്ട് ആണ് 2 മില്യൺ US എയ്ഡ്. 9 മില്യൺ ഫോർ സിറിയ. 9 മില്യൺ US സിറിയയ്ക്ക് കൊടുത്തിട്ടുണ്ട്. സിറിയയ്ക്ക് ആരുടെ കയ്യിലാണ് കൊടുത്തത്? ഈ HTSന്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. 9 മില്യൺ കൊടുത്തിരിക്കുന്നത് ഫുഡ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണ്. അത് ഫുഡ്, ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 9 മില്യൺ പൈസ കൊടുത്തിരിക്കുന്നത്. ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ഈ ഒരു HTSന്, തീവ്രവാദ സംഘടനയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് തീവ്രവാദ സംഘടനയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അന്ന് HTS എന്ന് പറയുന്നത് തീവ്രവാദ സംഘടനയാണ്. സിറിയയിലെ അസാദിന്റെ ഭരണകൂടം വീണ് ഈ ഒരു HTS പൊസിഷനിൽ എത്തിയതിനു ശേഷം മാത്രമാണ് പല രാജ്യങ്ങളും ഈ HTSന്റെ മേളിലുള്ള ഈ ഒരു സാങ്ഷൻസ് എടുത്തു മാറ്റിയത്. അമേരിക്ക ഉൾപ്പെടെ, ജർമ്മനി ഉൾപ്പെടെ. പക്ഷെ അതിനു മുമ്പേ തീവ്രവാദിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ 9 മില്യൺ എയ്ഡ് കൊടുത്തിരിക്കുകയാണ്. പിന്നെ 1 മില്യൺ US ചൈനയില് വുഹാനില് ഒരു ബയോളജിക്കൽ ലബോറട്ടറിക്ക് 1 മില്യൺ US എയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനു കൊടുത്തു, ഏത് വിഷയത്തിന് കൊടുത്തു എന്നുള്ളതൊക്കെ ഇപ്പൊ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ ഫണ്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് മെയിൻ ആയിട്ടും ഇതിന്റെ അക്കൗണ്ടബിലിറ്റീസ്. ഇത് എന്തിനു കൊടുത്തു, എങ്ങനെ കൊടുത്തു, ആരാണ് കോൺടാക്ട് പേഴ്സൺ, എന്ത് അതോറിറ്റിയിലാണ് ഇത് കൊടുത്തത്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പൊ അന്വേഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇനിയിപ്പോ നോക്കിക്കോ, തോണ്ടി പുറത്തിടുമ്പോഴത്തേക്കും ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വരാൻ പോകുന്നതിനെ കുറിച്ച് യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോ ഇവിടെ വാർത്ത അവതരിപ്പിക്കുന്നത് ട്രംപിനെ സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഫേവർ ആയിട്ടോ ഇല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫാക്ട് ആണ് പറയുന്നത്. ഇതൊക്കെ ഫാക്ട് ആണ്. ഇത് നിങ്ങൾ ഏത് രീതിയിൽ എടുത്താലും ശരി തന്നെ. ഞാൻ പറയുന്ന വാർത്തകളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞായിരിക്കും ഇന്ത്യക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാൻ ഇന്നലെ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയുടെ വീട് കത്തിച്ച വിഷയം ഞാൻ ഇന്നലത്തെ തന്നെ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്നാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ന് ആ വിഷയത്തിനെ ചൊല്ലി ഷെയ്ഖ് ഹസീന തന്നെ കണ്ണീരോടെ വിതുമ്പുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം പുള്ളിക്കാരുടെ ഫാദറുമായിട്ട് ഒത്ത് ജീവിച്ചിരുന്ന ആ ഒരു വീടാണ് ഈ ഒരു തീവ്രവാദികൾ, ഈ ഒരു ജമാഅത്ത് ഇസ്ലാമിയിൽപ്പെട്ട ആൾക്കാർ കത്തിച്ചു കളഞ്ഞത്. അപ്പൊ അത് കത്തിച്ചു കളഞ്ഞുകൊണ്ട് തന്നെ അവർ സങ്കടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രംപ് ഉൾപ്പെടെ, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇതിനെ ഗണ്ണിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്.
പ്രത്യേകിച്ച് ഇന്ത്യയും അമേരിക്കയും ഇതിനെ ഗണ്ണിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുക. യുഎസിന്റെ ഒരു ഡെമോക്രറ്റുകളുടെ തരംതാഴ്ന്ന ഏർപ്പാടാണ് ഇത് മൊത്തത്തിൽ ഇപ്പം വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ഏതൊക്കെ രാജ്യങ്ങളിൽ എന്തൊക്കെ ഹിഡൻ പ്രവൃത്തികളാണ് ചെയ്തിരുന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയാം, ഈ ഒരു ഇല്ലീഗൽ എമിഗ്രന്റിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ട്രംപ് അവിടെ നിത്യേന പരിശ്രമിച്ച് ഇപ്പോൾ സെക്യൂരിറ്റി ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്ത് ഈ ആൾക്കാരെയൊക്കെ തെരഞ്ഞുപിടിച്ച് ഡെയിലി 1000-1500 ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ആ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഈ ഡെമോക്രാറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് 2-3 വീഡിയോകൾക്ക് മുമ്പ് ഒരു ലേഡിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗ്ലോബൽ റെഫ്യൂജി സംഘടന എന്ന് പറഞ്ഞിട്ട്. ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ റെഫ്യൂജികളായിട്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി ക്ലാസ് എടുക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക, എങ്ങനെയാണ് ഈ പോലീസിന് പിടികൊടുക്കാതെ മാറി നിൽക്കുക, ഒളിച്ചു നിൽക്കുക എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ അമേരിക്ക എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിന്റെ ഈ ഒരു ഓപ്പോസിറ്റ് പാർട്ടി ആയിട്ടുള്ള ഈ ഒരു ഡെമോക്രാറ്റുകളുടെ ഒരു അവസ്ഥ എത്രത്തോളം തരം താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർക്കോ ഈ റെഫ്യൂജി ക്രൈസിസിനെ കുറിച്ച് ഒന്നും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ എങ്ങനെ തടയാം എന്നുള്ള രീതിയിലുള്ള കുരുട്ടു ബുദ്ധികൾ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ക്ലാസ് കൊടുക്കുന്ന അവസ്ഥയിലാണ് ഡെമോക്രാറ്റിക് പാർട്ടി എത്തിയിരിക്കുന്നത്. അതിന് സപ്പോർട്ടായിട്ട് കുറെ NGO സംഘടനകൾ, ഈ ഗ്ലോബൽ റെഫ്യൂജി പോലത്തെ ചില ഓച്ചാനിച്ച് നിൽക്കുന്ന ചില സംഘടനകൾ. ഇപ്പൊ കോടതിയിൽ പ്രധാനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ 294 സ്റ്റാഫുകൾ അമേരിക്കയുടെ ഉള്ളിൽ US എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ജോലി രഹിതരായിട്ടുണ്ട്. അതുപോലെ തന്നെ 10,000-ലേറെ ആൾക്കാർ ഗ്ലോബലി ജോലിയില്ലാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ഈ ഒരു US എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട്. ഇതാണ് കോടതിയിൽ പ്രധാനമായിട്ട് ചർച്ചയ്ക്ക് വരുന്ന കാര്യങ്ങൾ. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയെ ഇങ്ങനെ വെച്ച് പുലർത്താൻ പറ്റില്ലല്ലോ. അതാണ് അതിന് കൊടുക്കേണ്ട ഒരു ഉത്തരം. ഇപ്പം US എയ്ഡ് എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഉള്ള ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ 12 പേര് ആഫ്രിക്കൻ റീജിയനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഏഷ്യൻ സൈഡിൽ 8 പേര്. ഇതാണ് ഇപ്പൊ ആകെയുള്ള ഉദ്യോഗസ്ഥരായിട്ട് നിലനിർത്തി വെച്ചിരിക്കുന്നത് US എയ്ഡ്. പിന്നെ ട്രംപ് ഇന്നലെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ സാങ്ഷൻ ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് പാസ്സാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ആ ഉത്തരവ് പാസ്സാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ അതിൽ പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിക് ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആരോപണം കേട്ടോ. ഇസ്ലാമിക് ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു, മറ്റുള്ള ഇതര മതസ്ഥർക്ക് അവിടെ യാതൊരു ഒരു പ്രാധാന്യവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. മറ്റുള്ള ഇതര മതസ്ഥരുടെ ആ ഒരു റൈറ്റ്സ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ സാങ്ഷൻ ചെയ്യുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചൈനയുടെ ഡീപ് സീക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ചാറ്റ് ബോട്ട് അമേരിക്കയിലെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിയമം കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡയറക്ട്ലി സാങ്ഷൻ ആണ്, ബാൻ ചെയ്തിരിക്കുകയാണ് ഈ ഡീപ് സീക്കിനെ. ഗ്ലോബലി പല രാജ്യങ്ങളും ഈ ഒരു നടപടിക്രമങ്ങളിലോട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ചോർത്തൽ തന്നെ. ചൈന ചോർത്തും 100% ഉറപ്പാണ്. പിന്നെ US-ന്റെയും മെക്സിക്കോയുടെയും ബോർഡറിൽ US-ന്റെ ഫോഴ്സും അതേപോലെ മെക്സിക്കൻ ബോർഡർ ഫോഴ്സും കൂടെ ചേർന്ന് സംയുക്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു റെഫ്യൂജി, ഈ ഒരു ഇല്ലീഗൽ എമിഗ്രന്റിനെ തടയുന്നത്. അവരാണ് അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നേതൃത്വം വഹിക്കുന്നത്. 2 രാജ്യത്തിന്റെ ബോർഡർ ഫോഴ്സും കൂടെ എഫക്റ്റീവ് ആയിട്ട് അവിടെ ഇല്ലീഗൽ എമിഗ്രന്റിനെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇറാന് ന്യൂക്ലിയർ ഡീലിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ഇറാൻ അതിന് യാതൊരു രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസും കൊണ്ട് മുന്നോട്ട് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ സാങ്ഷൻ ഇമ്പോസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇന്ന് ഇറക്കിയിരിക്കുകയാണ്. ഇറാന്റെ ഓയിൽ വ്യാപാരത്തിനെതിരെ നല്ല രീതിയിലുള്ള സാങ്ഷൻ കൂടുതൽ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് US വീണ്ടും ഉത്തരവുകളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ചൈന US-ന്റെ ഈ ഒരു ട്രംപിന്റെ താരിഫ് ഇമ്പോസ് അതിനെതിരെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പരാതി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ ആ പരാതിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് US തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇതിനെക്കുറിച്ചുള്ള ചൈനയുടെ ഈ ഒരു കേസുമായിട്ട്, ഈ ഒരു കംപ്ലൈന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച US ലീഡ് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ചൈനയുടെ സാധനങ്ങൾ മൊത്തത്തിൽ നിർത്തിവെച്ചിരിക്കുന്ന ഒരു ഏർപ്പാടാണ് US ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നോ മോർ പാർസൽസ്. ഒരു രീതിയിലുള്ള പാർസൽസും US-ന്റെ ഉള്ളിൽ ചൈനയിൽ നിന്ന് വരുന്നത് റിസീവ് ചെയ്യുന്നില്ല. അതിന് പകരം എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഓൺലി എൻവലപ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം US-ലേക്ക് കടത്തിവിടും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റംസ് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുകയാണ്. ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം ചൈനയ്ക്ക് ചില്ലറയൊന്നുമല്ല. പക്ഷെ എന്നാലും ചൈന അത് ധൈര്യപൂർവ്വം നേരിടുകയാണ്. കാരണം USA-യുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുക, ഗ്ലോബലി ഒരു ആംബിയൻസ് കാണിക്കുക, US-നെതിരെ നിൽക്കാൻ ഞങ്ങൾ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണെന്നുള്ളൊരു പ്രസ്താവനയൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ടാണ് ചൈന നിൽക്കുന്നത്. മുന്നോട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു കരുത്തുണ്ടാകുന്നത് ഇങ്ങനെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ തന്നെയാണ്. അമേരിക്ക ഒരു പടി കൂടെ മുന്നോട്ട് കടന്ന് ഷീ ഇൻ തേമോ ഇങ്ങനെ 2 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ചൈനയുടെ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു 2 ആപ്പുകളും വിൽക്കുന്നത്. ഇവരിത് പ്രവർത്തിക്കുന്നത് തേർഡ് പാർട്ടി കൺട്രികളിൽ നിന്നാണ്. അതായത് ഈ തിമു എന്ന് പറഞ്ഞ ആപ്പൊക്കെ പ്രവർത്തിക്കുന്നത് തായ്ലാന്റ് ഒറിജിൻ ആയിട്ടാണ്. അപ്പൊ ഈ ഓർഡറുകൾ വരുന്നതും ഈ ഒരു സാധനം വരുന്നതൊക്കെ ഈ തായ്ലാന്റിൽ നിന്ന് പോകുന്ന രീതിയിലായിരിക്കും അറിയപ്പെടുന്നത്. ചൈനയുടെ ഐറ്റങ്ങൾക്ക് താരിഫ് ഉണ്ട്, പക്ഷേ തായ്ലാന്റ് ഐറ്റങ്ങൾക്ക് താരിഫ് ഇല്ല. അപ്പൊ തായ്ലാന്റിൽ നിന്ന് പോകുന്ന സാധനങ്ങൾ ചൈനയുടെ സാധനമായാലും അതിന് താരിഫ് ഉണ്ടാവില്ല. ആ ഒരു യുക്തി ചൈന പല രാജ്യങ്ങൾ ത്രൂവും നടത്തുന്നുണ്ട്. പക്ഷെ അത് ഇപ്പൊ അതിനും US ഇപ്പൊ ഒരു തടയിട്ടുകൊണ്ട് ഈ 2 ആപ്പുകളെയും കൂടെ അടുത്ത് സാങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്.
അപ്പൊ എന്തായാലും US-ൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമഗ്രമായ വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ്, ഒരു ഷോർട്ട് അപ്ഡേറ്റ് ആണ് ഞാൻ ഇവിടെ തന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു കളക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.